നമസ്കാരം. വീണിടം വിദ്യാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ. ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? ബാ, ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം. ഇതാണ് കാവടിക്കടവ്. തിരുവനന്തപുരം പേയാട് കാവടിക്കടവ്. തിരുമല ഭാഗത്തുനിന്ന് വരുന്നവർക്ക് കുണ്ടമൺ കടവ് കഴിഞ്ഞു, മലയങ്കീഴ് വിളപ്പിശാല കാട്ടാക്കട ഭാഗത്തുനിന്ന് വരുന്നവർക്ക് പേയാട് കഴിഞ്ഞും 1.5 കിലോമീറ്റർ ഉള്ളിലോട്ടുള്ള ഒരു ചെറിയ ഗ്രാമം ചെറുപാറ കാവടിക്കടവ്. ഈ ലുക്ക് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ വേറൊരു ലുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആസ്വദിച്ചിട്ടുണ്ടാവും. ആഹാ, അടിപൊളി, ഒരു തവണയെങ്കിലും ഇവിടെ കുളിക്കാൻ വരണമെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ടിട്ടുണ്ടാവും. ഞാൻ ഉൾപ്പെടുന്ന ഒരുപാട് ആൾക്കാർ റീല് ചെയ്ത് വൈറലാക്കിയിട്ടുണ്ടാവും. ആ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയും. അതൊന്ന് കണ്ടാലോ? ഒന്നു നനയാ കാത്ത മഴയെവിടെ? ഈശ്വര, ഒരബദ്ധം വരുത്തല്ലേ. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ ഇതയാതില്ല. എടാ മോനെ, ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഓടുന്നതന്നെ ബാക്കി. മഴ നേരത്തെ എത്തും പാലക്കാട്. വേനൽക്കാലത്ത് കുറ്റാലത്തിനെ തോപ്പിക്കുന്ന പ്രകൃതി ഭംഗിയോട് കൂടിയും മഴക്കാലത്ത് അടിയൊഴുക്കോട് കൂടിയ അറിയപ്പെടാത്ത ചുഴികളോട് കൂടിയ നിഗൂഢതയും ഒളിപ്പിച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം കാവടിക്കടവാണിത്. സൂപ്പർ ആയിട്ടുണ്ടല്ലേ? വാ, ഇനിയൊരു ബോർഡ് കൂടി കാണിച്ചു തരാം. ഇതൊരു ഭംഗിക്ക് വേണ്ടി വെച്ച ബോർഡല്ല. ഇതിലും കൂടുതലാണ് ഇവിടുത്തെ മരണക്കണക്കുകൾ. ഇവിടെ ഓരോരുത്തരും മരണക്കയത്തിലേക്ക് പോകുന്ന ദിവസങ്ങളിൽ ഫയർഫോഴ്സും സ്കൂബ ടീമും നാട്ടുകാരും ആഹാരമില്ലാതെ ഉറക്കമില്ലാതെ തിരച്ചിൽ നടത്തുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. കഴിഞ്ഞ ദിവസം നമ്മുടെ നാടിന് കാവലായിരുന്ന ഒരു പട്ടാളക്കാരൻ്റെ ജീവൻ ഇവിടെ പൊലിഞ്ഞുപോയി. 4 കൂട്ടുകാർ വന്നതിൽ 3 പേരെ മാത്രമേ രക്ഷിക്കാനായുള്ളൂ നാട്ടുകാർക്ക്. ഒരാൾ നമ്മളെ വിട്ടുപോയി. രാജ്യത്തിന് വേണ്ടി ഉഴിഞ്ഞു വെച്ച ജീവൻ കാവടിക്കടവ് കൊണ്ടുപോയി. ആ വേദനയിലാണ് ഇന്നത്തെ ഈ വീഡിയോ. അതിൻ്റെ എന്താ നിജസ്ഥിതി എന്ന് നമുക്ക് നാട്ടുകാരനായ രതീഷ് ചേട്ടനോട് ചോദിച്ചു നോക്കാം. എൻ്റെ ഈ ബാക്കിൽ കാണുന്ന സ്ഥലം എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മുടെ പേയാടുന്ന് അരുവിപ്പുറം റോഡിൽ കാവടിക്കടവെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. 1.5 കിലോമീറ്റർ ചുറ്റളവാണ് പേയാടുന്ന് ഇവിടെ ഉള്ളത്. പള്ളിമുക്ക് വഴി, കുലശേഖരം വഴി, വെള്ളേക്കട വഴി എല്ലാം വരുന്ന സ്ഥലമാണ് ഈ കാവടിക്കടവ് ആറ്റിൽ വന്ന് എത്തിച്ചേരുന്ന സ്ഥലം. എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. നമുക്കിപ്പോൾ ഈ ഒരു 4 സൈനികർ വെള്ളത്തിൽ ഇറങ്ങി അതിൽ ഒരാൾ മരണപ്പെട്ടായിരുന്നു. അതിൽ രക്ഷാപ്രവർത്തനം നടത്തിയതും അതിനു മുമ്പേ 3 പ്രാവശ്യം നമ്മൾ നാട്ടുകാരായ നമുക്ക് പലർക്കും ഈ ആറ്റിൽ പല ജീവനുകളും രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലങ്ങളിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ മുമ്പ് കാലങ്ങളിലുള്ള പല ബ്ലോഗർമാരും ഇത് വലിയ ടൂറിസ്റ്റ് കേന്ദ്രം ആണെന്നുള്ള രീതിയിൽ ബ്ലോഗ് ചെയ്തിട്ടതിൻ്റെ അടിസ്ഥാനത്തിലും മറ്റും 100 കണക്കിന് ആൾക്കാർ ഡെയിലി ഇവിടെ വരുന്നുണ്ട്. അതിൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടുന്നുണ്ട്, പല രീതിയിലുള്ള ആൾക്കാർ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഒരു ആപത്ത് വരാതിരിക്കണമെങ്കിൽ അധികാരികൾ ഒന്ന് ശ്രദ്ധിക്കണം. അനുഭവമുള്ളവർ 1000 തവണ പറഞ്ഞാലും അത് ചിരിച്ചുകൊണ്ട് മാത്രം തള്ളിക്കളയുന്ന ന്യൂ ജനറേഷനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ബോർഡ്. ആ ബോർഡ് കണ്ട് ചിരിച്ചു തള്ളിവിടുന്ന 2K കിഡ്സിനോട്, മക്കളെ, നിങ്ങളെ നഷ്ടപ്പെട്ടു പോയാൽ ജീവിതം അവിടം കൊണ്ട് തീരുന്ന അച്ഛനമ്മമാരെ ഓർത്ത് മാത്രമാണ് ആ ബോർഡ് അവിടെ വച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് വെറും ഒരു കോമഡി ബോർഡായിരിക്കാം, പക്ഷേ ഇവിടെ പൊലിഞ്ഞുപോയ 18 പേരുടെ കുടുംബാംഗങ്ങളുടെ കണ്ണുനീരാണ് ആ ബോർഡ്. ഇനി ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നുറപ്പുള്ള അധികാരികളോട് ഒരു വാക്ക്. ഈ മുന്നറിയിപ്പ് ബോർഡിലോ നാട്ടുകാരുടെ അഭ്യർത്ഥനയിലോ നിൽക്കുന്നതല്ല ഇന്നത്തെ തലമുറ എന്ന് നമുക്ക് നേരിട്ട് അനുഭവമുള്ളതാണല്ലോ. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് അതൊരു ഹോം ഗാർഡായിട്ടോ ഇടവിട്ടുള്ള പോലീസ് ചെക്കിംഗ് ആയിട്ടോ ശിക്ഷാ നടപടിയായിട്ടോ എന്തേലും ആയാലും മതി. നാട്ടുകാർക്ക് ചില പരിമിതികളുണ്ട്. ഈ അടുത്ത കാലത്ത് ഇവിടെ അകപ്പെട്ടു പോയ ഒരു അച്ഛനെയും മകനെയും 3 മിലിറ്ററി ഓഫീസുകാരെയും രക്ഷിച്ചത് നാട്ടുകാരാണ്. ഇനി കേരള ടൂറിസത്തിനോട്, തമിഴ്നാട്ടിലെ കുറ്റാലത്തിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ മേലെയായി മാറേണ്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. മഴക്കാലത്ത് മാത്രം വലിയൊരു ഡേഞ്ചറസ് സോൺ. അത് നിങ്ങൾ വിചാരിച്ച മാറ്റിയെടുക്കാം.
ഒരു നല്ല ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഇതിനെ അധികാരികൾ മാറ്റിയാൽ നാളെ ജില്ലയ്ക്ക് പുറത്തു നിന്നും എന്തിന് സ്റ്റേറ്റിന് പുറത്തു നിന്നും രാജ്യത്തുനിന്ന് പുറത്തുനിന്ന് വരെ നമ്മുടെ ടൂറിസ്റ്റുകൾ വരേണ്ട സ്ഥലമാണ്. ഒരു കണ്ണ് ഇതിലേക്ക് വച്ചാൽ ധാരാളമായി. ഈ വീഡിയോ കാരണം വലിയൊരു മാറ്റമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സമൂഹത്തിന് വേണ്ടി വൈറൽ വിധിയുടെ ഒരു ചെറിയ അപേക്ഷയായി ഇതിനെ കണ്ടാൽ മതി. നന്ദി.